ഇതിൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനൊരു കാര്യം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ലോങ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുന്നവർക്കാണ് ഞാൻ എൻ്റെ ഗിവ് അവേൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല രസമുള്ള കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം. ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളേഴ്സാണ്. അപ്പോൾ ഇത് ഒരു 5-6 വർഷമായി ഉണ്ടാവും എൻ്റെ കൂടെ ഈ ഒരു വാട്ടർ കളറിൻ്റെ കേക്ക്. അതിൻ്റെ വൃത്തിയൊക്കെ കണ്ടാലറിയാമല്ലോ ഞാൻ എത്രത്തോളം അത് യൂസ് ചെയ്തിട്ടുണ്ടത്. പിന്നെ പെട്ടെന്ന് ഈ ഒരു കളർ പെൻസിലിൻ്റെ പോർട്രേറ്റ് പഠിക്കാൻ തോന്നിയപ്പോൾ വാങ്ങിയതാണ് ഈ ഒരു കളർ പെൻസിൽസ്. അതത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. പിന്നെ പെയിൻ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ബ്രഷ് വേണമല്ലോ, അപ്പോൾ ബ്രഷും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് പെർമനൻ്റ് അല്ല, അങ്ങനത്തെ എന്തോ ഒരു കളറാണ്. അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് മാത്രം വാങ്ങിയതാണ്. ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ട്യൂബ്. അതിൽ വൈറ്റും ബ്ലാക്കും തീർന്നപ്പോൾ വാങ്ങിയതാണ്. പിന്നെ അടുത്തൊരു സെറ്റ്, ഇതിൽ ബ്ലാക്കും വൈറ്റും വെച്ച വേറെ ഒരു കളറും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ 12 ഷെയ്ഡ് വരുന്നുണ്ട് ക്യാമലിൻ്റെ. പഠിക്കാൻ ഇതൊക്കെയാണ് സുഖം ഗൈസ്. പിന്നെ നിങ്ങൾ നമ്മളെ ഗിവ് അവേൻ്റെ കാര്യം മറക്കല്ല കേട്ടോ, കമൻ്റ് ഇടണേ. ഇതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അത് അവിടെ വെക്കാതെ വീണ്ടും ബാഗിലിട്ടിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ പോകുമ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം. ഇത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ, ഈ ഒരു അക്രിലിക് പെയിൻറ്റ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്താൽ തീർന്നു പോവല്ലോ വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. എടുക്കാനൊരു മടിയാണ് എനിക്ക്. പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരണ്ട, ഇത് ആൽക്കഹോൾ മാർക്കറാണ്. നമ്മളിപ്പോൾ 500 സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ് ഗിവ് അവേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബർ ആയാൽ ഇപ്പം ഞാൻ 2 ആൾക്ക് കൊടുക്കണേ, ചിലപ്പോൾ 4-5 ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, ഡോംസിൻ്റെ ബ്രഷ് പെൻ. ഇത് വെച്ചിട്ടാണ് ഞാൻ അധികം പെയിൻറ്റിങ്ങൊക്കെ ഇപ്പോൾ ചെയ്യൽ. കാരണം ഇതാവുമ്പോൾ വെള്ളം എടുക്കണ്ട, ബ്രഷ് എടുക്കണ്ട, ഒക്കെ ഒരു ഇതിൽ കഴിയും. പിന്നെ ഇത് അക്രിലിക് മാർക്കറാണ്. ഒക്കെ ഇങ്ങനെ ഓരോ മൂഡ് വരുമ്പോൾ വാങ്ങിക്കൊട്ടുന്ന ഓരോരോ സാധനങ്ങളാട്ടോ. പിന്നെ നോക്കുമ്പോഴേക്കും എനിക്ക് അതിൻ്റെ ഐഡിയ ഒന്നും അത്ര പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല, എന്താ ഇപ്പം ചെയ്യാന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലായിപ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ സജഷൻസൊക്കെ തരാനുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, നമുക്കത് ചെയ്ത് നോക്കാമല്ലോ. ഇത് പിന്നെ പേസ്റ്റൽ കളേഴ്സാണ്. ഇതിൽ നല്ല അടിപൊളി നല്ല രസമുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ഫാബർ കാസ്റ്റലിൻ്റെ കണക്റ്റർ പെന്നാണ്. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്. 25 ഷെയ്ഡ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇത് കിട്ടുമ്പോഴേ ഇതിൽ 2 കളർ മിസ്സിങ് ചെയ്യുന്നു. ഞാൻ ആ ഷോപ്പൊന്നും നോക്കിയില്ല, വീട്ടിൽ വന്നപ്പോഴാണ് നോക്കി. അപ്പോഴാണ് എനിക്കിത്. പിന്നെ അത് മാറ്റിക്കൊടുക്കാൻ പോകാൻ മടിയായപ്പോൾ മാറ്റിക്കൊടുത്തില്ല. അതങ്ങനെ കണക്ട് ചെയ്തൊക്കെയാണ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ നിങ്ങളെല്ലാവരെയും കണ്ടുവരുന്നൊരു സംഭവമാണ് പേസ്റ്റൽ കളേഴ്സിൻ്റെ പെയിൻറ്റ് സെറ്റ്. ഇതും സംഭവം കൊള്ളാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ സജഷൻസൊക്കെ പറയുമോ, എനിക്ക് ചെയ്ത് നോക്കാൻ. എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ പെട്ടെന്നൊന്നും കിട്ടൂല. ഇതിൻ്റെ ഇങ്ങനത്തെ ഓരോരോ വട്ടുകളൊക്കെ കണ്ടിട്ട് എനിക്ക് ആരോ തന്നതാണ്. അതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ ഡോംസിൻ്റെ ആ ഒരു കിറ്റില്ലേ, അതിലുള്ള സംഭവമാണ്. ഇത് എന്നിട്ട് ഓയിൽ പേസ്റ്റൽ, അത് ഞാൻ തുറന്നു നോക്കിയിട്ട് പോലുമില്ല, അങ്ങനെ തന്നെ ഉണ്ട് വാങ്ങിയത്. പിന്നെ വന്നിട്ട് ഈ ഒരു വാട്ടർ കളർ കേക്കാണ്. ഇത് സത്യം പറയാലൊക്കെ ഭയങ്കര ഇഷ്ടമായി. കടിച്ച് തിന്നാനൊക്കെ തോന്നുന്നറിയില്ലേ, അങ്ങനത്തെ ആ ഒരു ഫീലിംഗ് ആയിപ്പോയി. കള്ളം ക്യൂട്ടാണ്. ഇതെത്ര ക്യൂട്ടായത് കൊണ്ടാണ് തോന്നുന്നത് എനിക്കിത് എടുക്കാൻ തോന്നാത്ത. എൻ്റെ പോലെ ഇങ്ങനത്തെ വട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ. ഇത് വന്നിട്ട് വാട്ടർ കളറിൻ്റെ പെന്നാണ് കേട്ടോ, സാധാ സ്കെച്ച് പെന്നല്ല. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട് അതിന്. അത് നമുക്ക് യൂസ് ചെയ്യുമ്പം മനസ്സിലാവും. പിന്നെ വന്നിട്ട് ഈ ഒരു ഡോംസിൻ്റെ കളർ പെൻസിലാണ്. നിങ്ങൾ വേറെ എൻ്റെ ശബ്ദമല്ലാതെ വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പുറത്ത് വലിയമുണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരങ്ങനെ സംസാരിക്കും. അപ്പോൾ ഇത്രയും കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. ടാറ്റാ.